ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് ടു വീലർ ക്ലീനിങ്ങിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീഡിയോ നമ്മൾ മുമ്പേ ചെയ്ത CBZ Xtremeന്റെ സെക്കൻഡ് പാർട്ട്. നമുക്കതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. നമുക്കിനി സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് കസ്റ്റമർ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഇതിനകത്ത് സാധനങ്ങളൊക്കെ മാറ്റി പുള്ളിക്കാരനെ നീറ്റായിട്ട് പക്ക ക്ലിയറായിട്ട് തന്നാൽ പൈസ ഒരു വിഷയമല്ല, അത് വണ്ടി നമുക്ക് ക്ലിയറായിട്ട് കിട്ടിയാൽ മതി എന്നായിരുന്നു പുള്ളിക്കാരൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നമുക്കാണെങ്കിൽ അതിനകത്ത് വണ്ടി പണിയുന്നതിൽ നമുക്കൊരു വിഷമം ഉണ്ടായില്ല. ചില കസ്റ്റമർ തന്നെ ഫിനാൻസിൻ്റെ പ്രശ്നം പറഞ്ഞായിരിക്കും കൂടുതലും ആളുകൾ ഇങ്ങനെ ഓവർ റോളിംഗ് ഒക്കെ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അധികമായിട്ട് ബോഡി പാർട്സസ് അധികം മാറ്റേണ്ട വന്നില്ല, അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റി. പിന്നെ എഞ്ചിൻ ഓവർ റോളിങ് കൂട്ടാതെ തന്നെ ഇതിന് ഏതാണ്ട് 15,000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. പെയിൻറ്റിങ്, സ്റ്റിക്കർ, ബാക്ക് ഷോക്ക് അബ്സർ, ഫ്രണ്ട് ഷോക്ക് അബ്സർ, പിന്നെ ഫ്രണ്ട് വൈസറിൻ്റെ സ്റ്റേ, അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ. പിന്നെ ബാക്കി നമ്മളുടെ ഈ നോർമലി ഇത് വൃത്തിയാക്കാൻ വേണ്ടിയായിട്ടാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ്, സ്പീഡോമീറ്ററിൻ്റെ കേബിൾ സെറ്റ്, ഈ സെൻസറായിരുന്നു അന്നേരം അത്, അങ്ങനെ പിന്നെ ഡിസ്ക് പാനൽ, അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ എക്സ്ട്രാ വന്നപ്പോഴത്തേക്ക് എല്ലാം ലേബർ ഇൻക്ലൂഡഡ് 15,000 രൂപ അടുപ്പിച്ചായിട്ടുള്ളൂ, പെയിൻറ്റിങ് സഹിതം. പിന്നെ എഞ്ചിൻ ഓവർ റോളിങ് എക്സ്ട്രാ പേയ്മെൻ്റ് ആയിരുന്നു. നമ്മൾ ഈ പെയിൻറ്റിങ് റീസെറ്റിങ്ങിൻ്റെ കൂട്ടത്തിൽ എഞ്ചിൻ ഓവർ റോളിങ് ചെയ്യാറില്ല. പിന്നെ ഈ കസ്റ്റമറിൻ്റെ വണ്ടി വന്നിട്ട് എഞ്ചിനോ പിന്നെ കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു ആദ്യം വന്നിരുന്നത്. അത് പക്ഷേ നമ്മൾ ഈ ഓവർ റോളിങ് ഇതിൻ്റെ കൂട്ടത്തിലായിട്ട് നമ്മൾ കൂട്ടാറില്ല, അത് സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്.